ബാബു, ആ ജ്യോത്സ്യൻ കാറ്റുപായ ഗോപീകൃഷ്ണനെ ഒന്ന് വിളിക്കണം. എന്റെ സമയം മോശമാണോ അല്ല വളരെ മോശമാണോ എന്നറിയാനാ. നമ്മുടെ വിനയം സ്റ്റാർ ജയറാമിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ്. ഞാനൊരു ഉലകം ചുറ്റും ബാലിവൻ, പണക്കാരൻ, ஆனால் ഏഴകൾക്ക് തോഴൻ. ജയറാമിന്റെ ഓവർ വിനയം പലതവണയും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ചർച്ചയായിട്ടുള്ള സബ്ജക്റ്റ് ആണ്. തമിഴ്നാട്ടിൽ ചെല്ലുന്ന സമയത്ത് കുനിഞ്ഞ് കുമ്പിടുന്ന ജയറാമിനെ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുണ്ട്. നിങ്ങൾ അവന്റെ കഥകൾ കേൾക്കണം. അവന്റെ കഥകൾ പറയാൻ തുടങ്ങിയാൽ ഇവൻ ജന്മകാലത്ത് പിന്നെ ഒരു സിനിമ കിട്ടൂല. അവന് അഴുക്കച്ചെറുക്കൻ, തന്തേക്കാൾ മോശം. എന്നാൽ ഇന്ന് നമ്മുടെ പഴയ കാല നടി ഉഷാ ഹസീന പുള്ളിക്കാരത്തിയുടെ ഒരു ഇന്റർവ്യൂവിൽ തന്റെ സഹോദരനിട്ട് ജയറാം കൊടുത്ത ഒരു പണിയെ പറ്റി പുള്ളിക്കാരത്തി പറയുന്നുണ്ട്. വിശ്വസിക്കാവോ? ഇതുപോലെ എത്ര എണ്ണം വന്നിട്ടുള്ളത്? ഒന്ന് കേട്ട് നോക്കാതെ വിടണോ സർ? ഓഫ് കോഴ്സ് നോട്ട്. ഉഷാ ഹസീനയുടെ സഹോദരൻ ഹസീബ് ഹനീഫ്, പുള്ളി ഒരു പ്രൊഡ്യൂസറാണ്. ജയറാമിനും വെച്ച് 2-3 പടങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇതേ പ്രൊഡ്യൂസർ ജയറാമിന്റെ മകനെ വെച്ചെടുത്ത പടമാണ് ഹാപ്പി സർദാർ. ജയറാമിന്റെ ഒരു വാക്കിന്റെ പുറത്താണ് ഹസീബ് ആ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. അതുപോലെ നമ്മൾ മനസ്സിൽ വിചാരിച്ചതുപോലെ തന്നെ സാമ്പത്തിക നഷ്ടം മാത്രമല്ല, അവന്റെ ആരോഗ്യവും പോകേണ്ടൊരവസ്ഥയുണ്ടായി. അത് വീട് ഷാജിയേട്ടാ, ഇതിലും വലുതെന്തോ വരായിരുന്നതാ. അത് ജയറാം പെടുത്തിന്നാണോ പറയുന്നത്? ജയറാമിന്റെ ഒരു വാക്ക്, ജയറാം പറഞ്ഞത് ജയറാം കൂടെ ഉണ്ടാവും. ഞാൻ ചോദിച്ചപ്പോൾ ഹസീബ് നേരത്തെ പറഞ്ഞ ജയറാമേട്ടനോട് പറഞ്ഞ വാക്കാണ്. നമ്മളെല്ലാവരും പറഞ്ഞത് ജയറാമേട്ടനോട് ഞാനൊരു വാക്ക് പറഞ്ഞു. അതെനിക്ക് പാലിക്കാതിരിക്കാൻ പറ്റത്തില്ല. നീ ഉണ്ടായിരുന്നൂട്ടാ, എത്രയോ വർഷങ്ങളായിട്ട് അറിയാവുന്നത്. ജയറാം എപ്പോഴും വരുമായിരുന്നു. അതിലേ പോയാൽ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാതെ പോകത്തില്ല. ഭയങ്കര സ്നേഹമായിരുന്നു. ആ ആള് ഈ പടം ഫ്ലോപ്പായിട്ട് ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിച്ചിട്ടില്ല. കുറേ നാളിന് ശേഷമാണ് ജയറാം ദീപിനെ വിളിച്ചപ്പോഴാണ് ഹസീബിന്റെ സംസാരം തിരിയുന്നില്ല. അയ്യോ എന്ത് പറ്റി ഹസീബെ എന്നൊക്കെ ചോദിച്ചപ്പോൾ വോയിസ് മെസ്സേജ് ഇട്ടു. ഞാൻ വോയിസ് മെസ്സേജ് ഇടാന്ന് പറഞ്ഞു. അങ്ങോട്ടും ഇങ്ങോട്ടും വോയിസ്. അന്ന് അയച്ച മെസ്സേജ് ഹസീബെ ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഹസീബ് ഒരു ലിവർ കംപ്ലൈന്റ് ഉണ്ടായി എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു. കൊള്ളാം, നാടകം നന്നായി, നിന്റെ വേഷവും. യു പ്ലേഡ് വെരി വെൽ. എന്തായാലും അടുത്ത പ്രാവശ്യം മീൻസ് ഈ മാസം ഒരു 10 ദിവസം കഴിഞ്ഞാൽ കേരളത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആലപ്പുഴ വരാം, വന്നിട്ട് നേരിട്ട് കണ്ടോളാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അടുത്ത ആഴ്ച അതിലേ വരുന്നുണ്ട് വരാമെന്ന് പറഞ്ഞാൽ ഇന്ന് വരെ വന്നിട്ടില്ല. വെറും വാഗ്ദാനം. എൻ്റെ എന്താ പറയുക, ഞാനിപ്പോഴും കണ്ണനോട് പറയും, എൻ്റെ ഒരു വാക്കിൻ്റെ പേരിലാണ് കണ്ണ ആങ്കിൾ അത്രയും പൈസ മുടക്കി കണ്ണന് വേണ്ടി കളഞ്ഞത്. എൻ്റെ ഒറ്റ വാക്കിൻ്റെ പേരിലാണ് ഞാൻ എപ്പോഴും പറയും. ഹസീബിന് ജയറാം അയച്ച വോയിസ് ആണ് നിങ്ങൾ കേട്ടത്. ഒള്ളി കൊണ ആൻഡ് പ്രാർത്ഥന, വേറെ ഒന്നുമില്ല. തനിക്ക് ഈ കണ്ടവന്റെ ആസനം താങ്ങുന്ന ഏർപ്പാട് നിർത്തി വേറെ വല്ല പണിയുണ്ടോ നോക്കുന്നില്ല.